യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം തിരുവചനം. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, ക്രിസ്ത്യാനി ആണ് എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ സഹനങ്ങൾ സഹിക്കുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ, ആ ക്രിസ്തുവിൽ നിന്നും ഓടി ഒളിക്കുന്നതിന് പകരം ആ ക്രിസ്തുവിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുമ്പോൾ ക്രിസ്തു തന്നെ നേരിട്ട് വന്ന് അവരെ രക്ഷിക്കും എന്ന് വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമ്മൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസം സഹനങ്ങളെ പ്രതി പകുതി വഴിക്ക് ഇട്ടേച്ച് പോകാനല്ല, ആ വിശ്വാസത്തെ പ്രതി അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ ആരോ അവനായിരിക്കും രക്ഷിക്കപ്പെടുക എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. യേശുവിൻ്റെ ശിഷ്യനായതുകൊണ്ട് പലയിടത്തും നമ്മൾ വെറുക്കപ്പെടുന്നുണ്ട്, പലതും നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്, പല വേദനകളും നമ്മൾ സഹിക്കുന്നുണ്ട്. അതെല്ലാം ക്ഷമയോടെ സഹിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമുക്കതിനുള്ള കരുത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ കൂടെ നിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തലവന്മാർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ആശ്വാസം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സന്തോഷത്തോടുകൂടിയുള്ള സമാധാനം ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.